ഉള്ളൂ. CCTV ക്യാമറകളിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ പ്രകാരം ഒരു നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സുഭദ്ര ഷർമിളയുടെയും നിതിൻ മാത്യൂസിൻ്റെയും വീട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു ദൃശ്യം ലഭിക്കുന്നുണ്ട്. അതേസമയത്ത് തിരിച്ച് വരുന്നതായിട്ട് കാണുന്നില്ല എന്നതും വളരെയധികം സംശയാസ്പദമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും എറണാകുളത്തെ ഒരു ദൃശ്യമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് ഈ ഷർമിളയ്ക്കൊപ്പം നടന്നു പോകുന്ന സുഭദ്രയാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. അത് സാധാരണ പരിചയക്കാരൊക്കെ നടന്നു പോകുന്ന അതേ ഒരു രീതിയിലാണ് അവർ നടന്നു പോകുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യും. സാധാരണ നടന്ന് ഒരു പരിചയമുള്ള ഒരാളുടെ ഒപ്പം ഒരു സ്ഥലത്തേക്ക് പോകുന്ന തരത്തിലാണ് സുഭദ്ര നടന്നു പോകുന്നത് ആ ദൃശ്യങ്ങളിലുള്ളത്. ആ ദൃശ്യങ്ങൾ രാവിലത്തേതാണ്. പിന്നീട് സുഭദ്ര മടങ്ങി വരുന്നതൊന്നും ആ ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4-ാം തീയതി ഞായറാഴ്ച രാവിലെയാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത്. അതിനുശേഷം പിന്നെ സുഭദ്രയെ കണ്ടില്ല എന്നുള്ളതാണ്. സുഭദ്ര സാധാരണ രീതിയിൽ വീട്ടുകാരൊക്കെ പറയുന്നത് ഈ ക്ഷേത്ര ദർശനങ്ങൾക്ക് പോകാറുണ്ട്. ദൂരെയാണെങ്കിൽ പോലും ഈ തീർത്ഥാടനത്തിനടക്കം പോകുന്ന ഒരാളാണ്. പക്ഷേ പോയാൽ മടങ്ങി വരുന്ന ഒരാൾ കൂടിയാണ്. അന്ന് അത്രയും ദിവസമായിട്ടും തിരികെ വരാത്തൊരു സാഹചര്യത്തിലാണ് മകൻ 7-ാം തീയതി പോലീസിൽ പരാതി നൽകുന്നത്. അങ്ങനെയാണ് ഈ ചുരുളഴിയുന്നത്. ഏതായാലും ഈ CCTV ദൃശ്യത്തിലടക്കം ഷർമിളയ്ക്കൊപ്പമാണ് സുഭദ്ര പോയതെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. എങ്ങോട്ടാണ് അവർ പോയത്, ആ വീട്ടിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ മണ്ണഞ്ചേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ ആലപ്പുഴ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമേ കൊലപാതകം ഏത് തരത്തിലാണ് നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ഈ ദമ്പതികളെ പിടികൂടുകയും ചെയ്യേണ്ടതുണ്ട്. അതിനായി പോലീസ് ഇപ്പോൾ ഈ ഇതര സംസ്ഥാനത്തേക്ക് അടക്കം പരിശോധന വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിതിൻ മാത്യൂസ് ഈ പ്രദേശത്ത് തന്നെയുള്ള ആളാണ്. കാട്ടൂർ എന്ന സ്ഥലത്താണ് നിതിൻ മാത്യൂസിന്റെ വീട്. അതേസമയം ഷർമിള ഉടുപ്പി സ്വദേശിനിയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷർമിളയും നിതിൻ മാത്യൂസും ഏറ്റവും പെട്ടെന്ന് തന്നെ പോലീസിന്റെ മുമ്പിൽ ഹാജരാവുകയും തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ പിന്നീട് ഈ കേസിന് മറ്റ് തുടർച്ചകളിലേക്ക് പോകേണ്ടി വരും. അതേസമയത്ത് ഷർമിളയും നിതിൻ മാത്യൂസും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും പോലീസിന്റെ മുമ്പിലേക്ക് വരുന്നില്ല എങ്കിൽ അവരിലേക്ക് തന്നെ ശ്രദ്ധ തിരിയുകയും ചെയ്യും. ഇതിൽ സുഭദ്ര പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന ആളാണ്. അതിപ്പോഴും തുടർന്നിരുന്നോ? തീർച്ചയായും അയൽക്കാരടക്കം പറയുന്നത് സുഭദ്ര ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അവരുടെ ഭർത്താവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തിരുന്നു. ഒരു മകൻ കോവിഡ് കാലത്ത് മരിച്ചു. ബാക്കി 2 മക്കളാണ് സുഭദ്രയ്ക്ക് ഉള്ളത്. അവർ മാറി താമസിക്കുകയാണ്. മക്കൾക്കൊപ്പം സുഭദ്ര പോകാൻ തയ്യാറായിരുന്നില്ല. ഭർത്താവ് ഉണ്ടാക്കിയ ആ വീട്ടിൽ തന്നെ നമുക്കറിയാം ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് വീട് സുഭദ്രയുടേതുള്ളത്. അങ്ങനെ ഈ സുഭദ്ര നിരവധി പേർക്ക് ഈ പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. പ്രദേശത്തുള്ള നിരവധി കടക്കാർക്കടക്കം ഇത്തരത്തിൽ പണം നൽകും. ദിവസം അതിൻ്റെ പലിശ അടക്കം പിരിക്കുന്ന ഒരു ജോലിയാണ് അവർ ചെയ്തിരുന്നത്. അത്തരത്തിലത് അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അവസാന നിമിഷം വരെയും അത്തരത്തിൽ പലിശ അടക്കമുള്ള കാര്യങ്ങൾ അവർ പിരിക്കുന്നുണ്ട്. അവർ സാധാരണ നിലയിൽ നാരായണൻ പറയുന്നതൊക്കെ അനുസരിച്ചാണെങ്കിൽ സാധാരണ പോകുന്നത് പോലെയാണ് അവർ പോയത് എന്നുള്ളതാണ്. അവർ ഒരു ജനകീയ പലിശ കൊടുപ്പുകാരി എന്നുള്ള നിലയ്ക്ക് പറയാൻ കഴിയുമോ? അതായത് സാധാരണഗതിയിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു സംഘം ഉണ്ടായിരിക്കും. പണം പലിശയ്ക്ക് കൊടുത്തു, തിരിച്ചടവ് വരുന്നില്ല, പലിശ തിരിച്ച് ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നേരിടാനും ഭീഷണിപ്പെടുത്താനും കായികമായി വരെ ആക്രമിക്കാനും ഒക്കെ സന്നദ്ധരായി നിൽക്കുന്ന സംഘങ്ങളെ വെച്ചുകൊണ്ടാണ് പൊതുവെ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുടെ ഏർപ്പാട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീ തന്നെ അതിന് മുന്നിട്ട് ഇറങ്ങുന്നു. നേരത്തെ അവർ സ്വന്തം നിലയ്ക്കൊരു ലോഡ്ജ് നടത്തുന്നു. അങ്ങനെ ഒറ്റയ്ക്കൊരു സ്ത്രീ പലിശയ്ക്ക് കടം കൊടുക്കുന്നു, അത് പിരിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ ഒരു സാധാരണ അതിൽ വിജയിക്കണമെങ്കിൽ ജനകീയ സ്വഭാവമുള്ളൊരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന വ്യക്തി ആയിരിക്കണം, ജനപ്രിയമായ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഒരു പക്ഷേ അങ്ങനെയുള്ള വാങ്ങിയ പണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തിരിച്ച് കൊടുക്കാതിരുന്നതിൽ നിന്നുള്ള സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടാവാം. ഒപ്പം തന്നെ ഈ സ്ത്രീയിൽ നിന്ന് പണം പലിശയ്ക്ക് വാങ്ങിയവരെ സംബന്ധിച്ചിട്ടിപ്പോൾ ഈ മരണം അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ അല്ലയോ എന്നുള്ളത് കടന്നു കൈയായിട്ട് ഞാൻ പറയുന്ന കാര്യമായിരിക്കും. എങ്കിൽ പോലും അതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇവർ മരിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ പറയാവുന്ന രീതിയിലേക്ക് സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ശത്രുതയോ മറ്റോ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിൽ പലിശ കൊടുത്തിരുന്നോ എന്നതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. അതേക്കുറിച്ച് ഞാൻ ആൻ്റണിയോട് ചോദിക്കുന്നതും ഉചിതമല്ല. എന്തായാലും ഈ വാർത്തയിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് ചുരുക്കിക്കൊണ്ട് എന്താണ് പറയാൻ കഴിയുന്നത്?
തീർച്ചയായും ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാര്യങ്ങൾ പല തലത്തിലുള്ള ഒരു സംശയങ്ങളാണ് പോലീസിന് ഉള്ളത്. സ്വാഭാവികമായും മറ്റൊരു ആരോപണം ഇക്കാര്യത്തിൽ വരുന്നത് നേരത്തെ ഇത്തരത്തിൽ എന്തോ ഒരു ഈ ഷർമിളയും നിതിനും സുഭദ്രയും തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ടായിരുന്നു. അവർ ഏറെക്കാലം അകൽച്ചയിലായിരുന്നു. പിന്നീടാണ് അടുപ്പത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു വിവരവും അടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുൻപുണ്ടായ ഏതെങ്കിലും തർക്കത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടതായി ഉള്ളത്. ഏതായാലും ഇവർ അടുപ്പത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇടയ്ക്ക് ഷർമിളയെ കാണാനായി സുഭദ്ര അവിടേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യവും നാട്ടുകാരടക്കം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മിസ്സിംഗ് നടന്നതിന് ശേഷം ഈ ഷർമിളയും അതുപോലെ തന്നെ നിതിനെയും ആ വീട്ടിൽ ആരും കണ്ടിട്ടില്ല. പോലീസ് അവിടെ പലപ്പോഴും വന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും ഇവരെ കിട്ടിയിട്ടില്ല. ഏതായാലും ഇവരെ വിശദമായി തന്നെ ഈ രണ്ടു പേരിൽ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നിലവിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ആ വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ അടക്കം കാണാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ രണ്ടുപേരും ഈ അന്വേഷണം പല ഘട്ടത്തിൽ ചോദിച്ചപ്പോഴും ഒരു തവണ അവർ വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് തങ്ങൾക്ക് ഇവരെ അറിയില്ല, നേരത്തെ കണ്ടിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള മറുപടികളാണ് നൽകിയതെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രണ്ടുപേരെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള അതാണ് CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നതും. ആന്റണിയെ കാണിക്കുന്നതിന് പകരം പൂർണ്ണമായിട്ടുള്ള ആ CCTV ദൃശ്യം കാണിക്കുകയും ആന്റണി അതിനെ വിശദീകരിക്കുകയും ചെയ്യുക. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് അതിൽ ഇപ്പോൾ ചുവന്ന വൃത്തത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കയ്യിലൊരു സഞ്ചിയുള്ള സ്ത്രീ, അതേസമയം രണ്ടുപേരെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരാളുടെ കയ്യിൽ കുട പോലെ ഒന്ന് മടക്കി വെച്ചിരിക്കുന്നു, പിറകെ അല്പം ഞൊണ്ടുന്നത് പോലെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീ നടക്കുകയും ചെയ്യുന്നു. ഇതിൽ ആരാണ് കൊല്ലപ്പെട്ട സുഭദ്ര, ആരാണ് ഷർമിള എന്ന് വ്യക്തമാക്കാൻ ആന്റണിക്ക് കഴിയാവുന്ന രീതിയിലുള്ള വിവരങ്ങളുണ്ടോ, അതോ രണ്ടുപേരിൽ ഒരാൾ ആണ് എന്ന് മാത്രം എന്ന് വിചാരിക്കാവുന്ന രീതിയാണോ? തീർച്ചയായും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കയ്യിൽ കവറ് പിടിച്ചിരിക്കുന്ന പ്രായമായ ആ സ്ത്രീ, സാരി അല്ലാത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ആ സ്ത്രീയാണ്. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ഒറ്റയ്ക്ക് ആ ചുവന്ന വൃത്തത്തിനുള്ളിൽ നടന്നു വരുന്ന സ്ത്രീയാണ് സുഭദ്ര എന്ന് പറയുന്നത്. സുഭദ്രയ്ക്കൊപ്പം സാരി ഉടുത്ത് നടന്നു പോകുന്ന, കയ്യിൽ കുടയുമായി നടന്നു പോകുന്ന, കണ്ണട വെച്ച ആ സ്ത്രീയാണ് ഷർമിള എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ ആ അന്നത്തെ ദിവസത്തെ ദൃശ്യമാണിത്. ആ വീടിന് ആദ്യത്തെ ദൃശ്യത്തിൽ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത് സുഭദ്ര. പിന്നീട് ഈ ഷർമിളയ്ക്കൊപ്പം ഒരു കവറടക്കം, ആ നേരത്തെ ഉണ്ടായിരുന്ന കവറല്ല അവരുടെ കയ്യിൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ ദൃശ്യത്തിൽ ഉള്ളത്. അവരെവിടേക്കോ യാത്ര പോലെയാണ് പോകുന്നത്. ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അത് എറണാകുളത്തെ ദൃശ്യമാണ്. അവരുടെ വീടിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ള ഒരു ദൃശ്യമാണ്. ശരി, സുഭദ്രയുടെ കൊലപാതകം എന്ന് പറയാവുന്ന രീതിയിൽ, സുഭദ്രയുടേതാണോ മൃതദേഹം എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ, സുഭദ്രയുടേതാണ് മൃതദേഹം എന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രം പറയാവുന്ന രീതിയിൽ സുഭദ്രയെ കൊന്നത് മാത്യൂസും അതേപോലെ ഷർമിളയും ചേർന്നാണോ എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ലെങ്കിലും അവരിലേക്ക് തന്നെ സംശയങ്ങൾ നീളുന്നു. വളരെ ഗഹനമായ സങ്കീർണമായ സസ്പെൻസുകൾ നിറഞ്ഞ ആൻറ്റി ക്ലൈമാക്സുകൾക്ക് സാധ്യതയുള്ള ത്രില്ലിംഗ് മൂഡിൽ കുറ്റാന്വേഷണ വാർത്തകളെ കാണുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം ആവേശകരമായ വാർത്തയാണ് ഇത്. പക്ഷേ ഒട്ടും ആവേശകരമല്ല അതിന് പിന്നിലെ കുറ്റകൃത്യം. അത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന് ഇടയാക്കിയ കാരണങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്, പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്, നിയമത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു കുറ്റകൃത്യ വാർത്തയും ആവേശകരമാവരുത് എന്നാണ് കേരള വിഷൻ ന്യൂസിൻ്റെ ആഗ്രഹം. എങ്കിലും നിയമത്തിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇത്ര ദീർഘനേരം ഈ വാർത്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോയത്. ഇതിന് നിയമപരമായ പരിസമാപ്തി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ ഇനി